അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ പിണറായിയുടെ ചരിത്രം പഠിച്ചിട്ടുണ്ടോ? തലശ്ശേരി കലാപത്തെ എന്ത് വാചക സർത്തും എവിടെ നിന്നും അടിക്കാൻ ആരെക്കുറിച്ചും ലൈസൻസ് കിട്ടിയതായി നിങ്ങൾ പെരുമാറാറുണ്ട്. അത് ശരിയല്ല. ശ്രീ സുരേഷ് കുമാർ, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി SIT പറയുന്നത്. തന്ത്രിക്ക് പോറ്റിയുമായി അടുത്ത ബന്ധം കടകംപള്ളി സുരേന്ദ്രനുമുണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അടൂർ പ്രകാശിനെയും വിളിപ്പിച്ചു, ചോദ്യം ചെയ്തു, വിട്ടയച്ചു. തന്ത്രിയെയും അതുപോലെ 2 തവണ വിളിപ്പിച്ചു. അന്ന് മുഴുവൻ ആ ചോദ്യം ചെയ്യലുമായി തന്ത്രി സഹകരിച്ചതാണ്. 3ാമത്തെ തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തെമ്മാടിത്തരമല്ലേ? അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? തെമ്മാടിത്തരം ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? ഈ എല്ലാ ചോദ്യം ചെയ്യലോടും സഹകരിക്കുന്ന ശബരിമല പോലെയുള്ള ഒരു ക്ഷേത്രത്തിലെ തന്ത്രി പിന്നെ എന്തിനാണ് ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ നിന്നത് SIT? അല്ല, അതിനും ഒരു വാക്ക് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞൊരു വാക്കുണ്ട്. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. ഇടതുപക്ഷത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് അരാജകവാദികളുടെ കൂട്ടം എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതൊരു സത്യം മാത്രം. എനിക്ക് അതിനകത്ത് വ്യക്തിപരമായി ഉരുളക്കുപ്പേര് പോലെ മറുപടിയൊക്കെ പറയാനറിയാം. എന്നാലും ഞാൻ അത്രയും കടുപ്പിക്കുന്നില്ല. നിങ്ങൾ എവിടെ നിന്നാണ് CPM-നെ അരാജകവാദികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്നത് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം. സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. രഹ്ന ഫാത്തിമയെ പോലെ, ബിന്ദു അമ്മിണിയെ പോലെ അതല്ലെങ്കിൽ ഉള്ള ആളുകളെയൊക്കെ ചേർത്താണ് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഈ സമീപ ദിവസങ്ങളിൽ നീതി സംഘം എന്തായിരുന്നു? എനിക്കറിയില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഈ സമീപ ദിവസങ്ങളിലും ഒരു കേസിൽപ്പെട്ട് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഓർമ്മ വരാൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്രീ സന്ദീപ്, നിങ്ങളുടെ ഒരു MLA സമീപകാലത്ത് ഒരു കേസിൽപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ട് പൊതുവേദിയിലടക്കം നിങ്ങൾക്ക് പ്രസംഗിക്കാൻ യാതൊരുവിധ മടിയും ഉണ്ടായില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അപ്പാടെ വിഴുങ്ങി. ഈ കാര്യങ്ങളെപ്പോലും കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള വാദഗതികൾ പോലും നിങ്ങൾ അപ്പാടെ വിഴുങ്ങി. അതെ, ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? രാഹുൽ മാങ്കുട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിന്ന് മാറ്റി പറഞ്ഞതായി എനിക്കറിവില്ല. അല്ലല്ല, അത് ആങ്കറുടെ ഒരു ഹെൽപ്പ് ഇക്കാര്യത്തിൽ വേണ്ട. സമീപ ദിവസങ്ങളിൽ വന്ന ചില രാഷ്ട്രീയ നിലപാടുകളുണ്ടല്ലോ കേരളത്തിൽ, അതിലെല്ലാം സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ എടുക്കുന്ന സമീപനം എന്താണ് എന്ന് ഞങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. നിങ്ങൾ മറച്ചു പിടിച്ചാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് ചാനൽ ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ CPM-നെ ആക്രമിക്കുന്നതിന് വേണ്ടി ചില വാദഗതികളുണ്ടല്ലോ. നീ ഒന്നും പണയണ്ട. പൊതുവേദിയിൽ ശ്രീ സന്ദീപ് വാര്യർ അടക്കം നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹം ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പിന്നെ വൈരാഗ്യം സൂക്ഷിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. വെരി സിമ്പിൾ. അതായത് നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി, ഞാനൊന്ന് പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ഞാൻ പറയാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് തുടർച്ചയായി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം വൈരാഗ്യം സൂക്ഷിക്കുന്നയാളാണോ, അദ്ദേഹം സ്നേഹിക്കാൻ കൊള്ളാവുന്നയാളാണോ ഇല്ലയോ എന്നുള്ളതൊക്കെ കേരളത്തിലെ ജനങ്ങൾ 10 വർഷമായി വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പലരും കാണിച്ചിട്ടുണ്ട്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കുന്നത്? നിങ്ങൾ കേരള ഹൗസിൽ പിണറായി വിജയന്റെ വൈരാഗ്യത്തിന്റെ 100 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കേരള ഹൗസിൽ പിണറായി വിജയന്റെ വൈരാഗ്യത്തെ കുറിച്ച് നിങ്ങൾ വ്യക്തിപരമായി പറയാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ച് എനിക്ക് വേറെ വ്യക്തിപരമായി പറയേണ്ടി വരും. അങ്ങനെ ഒരു ചർച്ച മാതൃഭൂമിയുടെ ഫ്ലോറിൽ നടത്തിക്കൊണ്ടു പോകുന്നത് ഉചിതമായി. അത് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറയുന്നുള്ളൂ. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈരാഗ്യ ബുദ്ധിയുള്ള ആളാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ 100 തെളിവുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ല് വെച്ചോണം പറയരുത്. ഒരു കാര്യമില്ല, ഒന്നും കിട്ടും. നിങ്ങളെപ്പോലെയും നിങ്ങളുടെ നേതാക്കന്മാരെ പോലെയും വൈരാഗ്യ ബുദ്ധിയും അങ്ങേയറ്റത്തെ
കൊള്ളരുതായ്മയും കയ്യിൽ വെച്ച് പുലർത്തുന്നയാളല്ല ശ്രീ പിണറായി വിജയൻ. അയ്യോ പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. നിങ്ങൾ എവിടെ വേണോ ഏത് തലം വേണോ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹം ആരോടും ഇത് കേരളത്തിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നീ വല്ല സ്കൂൾ മാഷ്മാരോട് പറഞ്ഞാൽ മതി, അവര് വിശ്വസിക്കും. അതുകൊണ്ടാണ് ടി.പി. കുലംകുത്തി എന്ന് വിളിച്ചത്. ടി.പി. ചന്ദ്രശേഖരനെ കുലംകുത്തി എന്ന് വിളിച്ചത് വൈരാഗ്യ ബുദ്ധിയല്ലേ? നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈപ്പ് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അത് തോളിൽ ചാരി കിട്ടാൻ വേണ്ടി ശ്രമിക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? അല്ലല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഹൈപ്പ് നിങ്ങൾ പിണറായിയെ ചൊറിയുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്ഥാനത്തിനകത്ത് കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, അതിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തോട് കിട്ടണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മച്ചി എന്തൊരു പെർഫോമൻസ്, എവിടെ നിന്ന് കിട്ടി ഇതിനെ? കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഇരിക്കുമ്പോ അതെങ്ങനെയാണ് ചൊറിയിലാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഏറ്റവും അങ്ങേയറ്റ വംശീയ വിദ്വേഷം പുലർത്തുന്ന പ്രസംഗം നടത്തിയിട്ടുള്ള ഒരു നേതാക്കന്മാരിൽ ഒരിക്കലും ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾ. മുസ്ലിങ്ങളെ കഴുത്തിൽ ടയർ കത്തിച്ച് പാകിസ്ഥാനിലേക്ക് ഒരുപക്ഷെ വംശീയതയുടെ വിദ്വേഷത്തിന്റെ അങ്ങേയറ്റത്തെ മനസാക്ഷി മരവിപ്പിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെ മനസ്സമാനത്തെ കുറിച്ച് പറയാൻ കഴിയും? ഒന്നും ചോദിക്കണ്ടായിരുന്നു. നിങ്ങൾക്ക് എങ്ങനെ പച്ചക്കള്ളം പറഞ്ഞാൽ പച്ചക്കള്ളമല്ല, വസ്തുതയാണ്. നിങ്ങളുടെ പ്രസംഗമാണ്. ഏത് പ്രസംഗം തെളിയിക്കണം? ഞാൻ പെട്ടു. നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രസംഗമാണ്. ആവർത്തിച്ച് ചോദിക്കുന്ന ഏത് പ്രസംഗമാണ്? 10 കൊല്ലമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പൂർവാശ്രമത്തിലുള്ള പ്രസംഗമാണ് ഞാൻ അടിവരായിട്ട് പറയുന്നത്. താനൊരു മണ്ടനാന്ന് സർവരും പറഞ്ഞിട്ടും ഞാനത് ചെവിക്കൊണ്ടില്ല. നിങ്ങൾ നിങ്ങളുടെ പൂർവാശ്രമത്തിൽ പ്രസംഗമാണ് നിങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യം. ഈ കൈ മുദ്ര അടിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. ആ നിങ്ങളാണ് യാതൊരു കാരണവും അടിസ്ഥാന സ്ഥാനത്തും അസ്ഥാനത്തും പ്രത്യക്ഷമായും പരോക്ഷമായും പിണറായിയെ എന്തിനും ഏതിനും പിണറായി വിമർശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പിണറായിയെ പറയാൻ പാടില്ല നിയമമുണ്ടോ? പിണറായി ഇനിയും പറയും. അണ്ണാവെ പറ്റി പറഞ്ഞ അണ്ണനാ ആരണ്ണൻ അണ്ണാ കിട്ടിയാൻ കുത്തും. കേരളത്തിലെ മുഖ്യമന്ത്രിയാണെങ്കിലും രാഷ്ട്രീയമായിട്ട് വിമർശിക്കും. പിണറായി വിമർശനത്തിന് അധികമൊന്നുമല്ല, ചക്രവർത്തിയൊന്നുമല്ല. ഈ കേരളം ഭരിക്കുന്ന ചക്രവർത്തിയൊന്നുമല്ല പിണറായി വിജയൻ. ഞങ്ങൾ വിമർശിക്കും, ശക്തമായിട്ട് എതിർക്കും. അത് ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ്. ഒന്നും വേണ്ടായിരുന്നു, വെറുതെ തെറി കിട്ടും.